மாநிலத்தில் சுகாதாரத்துறை தோல்வியடைந்ததாக கேபிசிசி உறுப்பினர் எம்.என். கோபி கூறியுள்ளார். இடுக்கி மாவட்டத்தில் அரசு மருத்துவமனைகளில் தேவையான அடிப்படை வசதிகள் இல்லை என்றும் அரசு தேவையான நடவடிக்கை எடுக்க வேண்டும் என்றும் எம்.என். கோபി கேட்டுக்கொண்டுள்ளார். ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആണെന്ന് പറയുന്ന കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തി എന്നുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ കേരളം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജുകൾ സാധാരണ മനുഷ്യൻ ആശ്രയിക്കുന്ന അവസാനത്തെ ആശ്രയ കേന്ദ്രമാണ്. മെഡിക്കൽ കോളേജിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മൾ കേരളത്തിന്റെ ആരോഗ്യരംഗം വളരെ പരിതാപകരമായ സാഹചര്യത്തിലെത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിന് ഉത്തരവാദികളില്ല. 5 വർഷക്കാലമായി ഒരു സ്ത്രീ വയറ്റിൽ കത്രിക ഇട്ടുകൊണ്ട് ചികിത്സ തേടുകയാണ്. അവർ ഒട്ടനവധിയായ പ്രാവശ്യം ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധനയ്ക്ക് പോവുകയും ഇതൊന്ന് കണ്ടെത്താൻ, ശാസ്ത്രീയപരമായി ഇത് കണ്ടെത്താനും ആ സ്ത്രീയെ സഹായിക്കാനുള്ള ഒരു സമീപനം സ്വീകരിച്ചതിൽ 5 വർഷക്കാലമായി ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന അതിന് ഗവൺമെന്റ് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇത് മെഡിക്കൽ കോളേജിലോ വണ്ടാനത്തോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ മാത്രമുള്ള സംഭവമല്ല. സമാനമായ സംഭവങ്ങൾ കേരളത്തിന്റെ എല്ലാ മേഖലയിലുമുണ്ട്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ ആതുര ശുശ്രൂഷ സേവന രംഗം വലിയ ദയനീയമായ സാഹചര്യത്തെയാണ് നേരിടുന്നത്. ഇവിടെ ഒരു താലൂക്ക് ആശുപത്രി കെട്ടിടം ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞാൽ കെട്ടിടം പണി ആരംഭിച്ചിട്ട് 9 വർഷക്കാലമാകുക. ഇതുവരെ കെട്ടിടം പണി പൂർത്തീകരിക്കുന്നില്ല, സാങ്കേതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നില്ല, ഡോക്ടർമാരില്ല. ഈ ആരോഗ്യരംഗം ഇത്ര താറുമാറായ ഒരു സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറയുന്നത് പേരിന് മാത്രമാണ്. മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉള്ള സൗകര്യം മാത്രമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലുള്ളത്. മറ്റ് യാതൊരുവിധ സാങ്കേതിക സൗകര്യങ്ങളും അവിടെ ഇല്ല. അവിടെ ചെല്ലുന്നവർ മരണപ്പെടുകയും പരാതിയുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യുന്ന സാങ്കേതിക സൗകര്യം അത് മാത്രമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലുള്ളത്. ഇടുക്കി ജില്ലയിൽ നിന്ന് ആളുകളെ പഞ്ചനക്ഷത്ര ആശുപത്രികളിലേക്ക്, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലുള്ള നക്ഷത്ര ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ആരോഗ്യരംഗം, ഇടുക്കി ജില്ലയിൽ ആരോഗ്യരംഗം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. ഇടുക്കി മെഡിക്കൽ കോളേജിനെ മെച്ചപ്പെട്ട സാങ്കേതിക സൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട ആശുപത്രിയാക്കി മാറ്റുന്നതിനുള്ള അടിയന്തരമായ ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകും.